എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ആദ്യമേ കാണിക്കുന്നത് മനു വീട്ടിലേക്ക് വരുന്നതാണ്. കമല മനുവിനെ വെയിറ്റ് ചെയ്തിരുന്നതുപോലെ തന്നെ നോക്കി നിൽക്കുവാണ്. വന്ന് കയറുന്നതേ ചോദിക്കുന്നുണ്ട്, ഇതെന്താടാ ഒരു അറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും. അന്നേരം വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് എനിക്ക് എടുക്കണം, പുതിയ കമ്പനിയിൽ ഒന്ന് കാണിക്കാനാണ്, ഒറിജിനൽ വെക്കേണ്ട, ഫോട്ടോസ്റ്റാറ്റ് മതി, അതൊക്കെ എടുക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറയുമ്പം എങ്ങനെയുണ്ട് ജോലി എന്നൊക്കെ ചോദിക്കും കേട്ടോ കമല. അന്നേരം മനു പറയും കുഴപ്പമില്ല, പിന്നെ കുറച്ച് ടഫാണ് എന്ന് പറയുമ്പം എങ്കിൽ നിനക്ക് അവിടെ ബാംഗ്ലൂരിൽ നിന്നാൽ പോരായിരുന്നു, ബാംഗ്ലൂർ ജോലി എന്ന് പറയുമ്പം ഒരു വിലയുണ്ടായിരുന്നു എന്ന് പറയുക, അതുപോലെ അവിടെയല്ലായിരുന്നു ശമ്പളവും കൂടുതൽ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, അവിടുത്തെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പം ഇവിടെ ശമ്പളം ഉണ്ട്, വലിയ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞ് ആ കണക്കൊക്കെ ഒന്ന് പറയും. അന്നേരവും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കമലയ്ക്ക്. അന്നേരം മനു പറയുന്നുണ്ട് ഇവിടെ ആകുമ്പം എനിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലോട്ട് വരാം, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, അതുപോലെ ഇഷ്ടമുള്ളവരെ കാണുകയും ഒക്കെ ചെയ്യാമല്ലോ എന്ന് പറയുമ്പം കമല ചോദിക്കും അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളവരെ കാണാൻ എന്ന് പറഞ്ഞാൽ അതാരാടാ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ മനു അകത്തേക്ക് കയറി പോവാണ്. പുറകെ വെച്ച് പിടിക്കൂട്ടോ കമല. എന്നിട്ട് ചോദിക്കും ഞാൻ ചോദിച്ചതിന് മറുപടി നീ എന്താ പറയാത്തത് എന്ന്. അന്നേരം മനു പറയുന്നുണ്ട് അമ്മ ആ ചോദിച്ചതിൻ്റെ അകത്ത് ഒരു കുത്തുള്ളതുപോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയാത്തത് എന്ന് പറയുമ്പം ആഹാ എങ്കിൽ ഞാൻ ഡയറക്റ്റ് അങ്ങ് ചോദിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, നീ ആരെ കാണാനാ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി, ആ അലീനെ കാണാനാണോ, അവളെ കാണാൻ വേണ്ടിയാണോ നീ ഇങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കും. അന്നേരം മനു കൂളായിട്ട് ചോദിക്കുവാണ് അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ പ്രശ്നമെന്ന്. അന്നേരം കമല പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഞാൻ അവളെ അവിടുന്ന് പറഞ്ഞു വിടിയിക്കും എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, എൻ്റെ പേരും പറഞ്ഞ് കടപ്പാട്ടൂരുന്ന അലീനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് ഡേ ഞാൻ അവൾക്ക് എറണാകുളത്ത് തന്നെ ജോലി മേടിച്ചു കൊടുക്കും, പിന്നെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും അവളെ കാണാം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് ഒന്നുകൂടെ പറയുവാണ് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ ചെയ്തു, ഒരു കുഴപ്പമില്ല, അവിടെ കടപ്പാട്ടൂരും ഇവിടെ കൊല്ലപ്പള്ളിയിലും രണ്ട് കുശിമ്പുകൾ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയും. അന്തേക്കും കമലയ്ക്ക് അങ്ങ് ഇരച്ച് കയറി വരുവാണ് ദേഷ്യം. നേരം മനു പറയുന്നുണ്ട് ഞാൻ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുത്തനാണ്, എന്നെ എവിടെ അഴിച്ചു വിടണം, എവിടെ പിടിച്ചു കെട്ടണം, എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് അമ്മ പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനു അങ്ങോട്ട് പോവുകയാണ്. ഇതൊക്കെ കേട്ട് തരിച്ച് നിൽക്കുവാണ് കമല, എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ. പിന്നീട് അലീനയാണ് കാണിക്കുന്നത്. അലീന ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് വരുവാട്ടോ. വീട്ടിൽ വന്ന് ഡോറ് തുറന്ന് അകത്തോട്ട് കയറുന്നു. അത് കഴിഞ്ഞ് അവരുടെ മുത്തശ്ശേരി അലീനയുടെ റൂമിൽ കയറുമ്പം അലീനയ്ക്ക് ആകെ സങ്കടം വരുന്നുണ്ട്. മുത്തശ്ശേരി ബെഡ് തൊട്ട് സകലതും വലിച്ച് വാരിയിട്ടേക്കുവാണ്. അതുകൂടാതെ ബ്രിജിത്താമ്മയുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അലീന, അതുവരെ നിലത്തിട്ട് പൊട്ടിച്ചിട്ടേക്കുക. അത് കാണുന്നതേക്ക് ഒത്തിരി സങ്കടമാകും അലീനയ്ക്ക്. ഓടി വന്ന് ആ ഫോട്ടോ എടുക്കും, എന്നിട്ട് അതിന് ചില്ലൊക്കെ പൊട്ടിയിട്ടോ അതൊക്കെ ഒന്ന് പയ്യൊന്ന് കൊട്ടിക്കളഞ്ഞിട്ട് അത് ഇരുന്നിടത്ത് തന്നെ ഒന്ന് വെക്കുവാണ്. അതിനുശേഷം അവിടെ മുത്തശ്ശിയുടെ ഡ്രസ്സ് തൊട്ട് സകലതും നിരത്തിയിട്ട് പോകുക, അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അപ്പം തറയിൽ കിടക്കുന്ന ചില്ലെല്ലാം ഒരു പേപ്പറിലേക്ക് പറക്കി എടുക്കുവാണ്. ഇതൊക്കെ കാണുമ്പം ഒത്തിരി സങ്കടമാകുന്നുണ്ട് അലീനയ്ക്ക്. അത് കഴിഞ്ഞ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ ആ ഡൈനിങ് ടേബിളിൽ നിറച്ച് ഫുഡ് കഴിച്ച വേസ്റ്റും അതുപോലെ ആ കഴിച്ച പ്ലേറ്റ് സഹിതം അവിടെ ഇരിക്കുന്നു. അത് കണ്ട് അങ്ങ് മനസ്സ് മടുത്തു പോവുകയാണ് അലീനയ്ക്ക്. അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ കഷ്ടമായിട്ട് ഫ്ലോർ തൊട്ട് നശിപ്പിച്ചിട്ടേക്കുവാണ്. വർക്ക് ഏരിയയിൽ 2 ദിവസത്തെ പ്ലേറ്റ് മൊത്തം കിടപ്പുണ്ട്. നാറ്റം കാരണം അങ്ങോട്ട് അടുക്കാൻ മേല. മൂക്ക് പൊത്തി പിടിച്ചാണ് അലീന അവിടെ വന്ന് ഇതെല്ലാം ഒന്ന് കാണുന്നത്. സങ്കടം വരുന്നുണ്ട്, എന്ത് ചെയ്യും, ചുറ്റും ഒന്ന് കുറേ നേരം വട്ടം കറങ്ങി നിൽക്കും, എവിടുന്ന് തുടങ്ങണമെന്നറിയാതെ. അതിനുശേഷം നേരെ ഡൈനിങ് ടേബിളിൽ വന്നിട്ട് അവിടുന്ന് കഴുകാനുള്ള പാത്രമെല്ലാം കൊണ്ട് വർക്ക് ഏരിയയിലേക്ക് വെക്കുവാണ്. എന്നിട്ട് വേസ്റ്റൊക്കെ ഒരു സ്പൂൺ കൊണ്ട് തന്നെ തോണ്ടിയെടുത്ത് ഇടുവാണ്. 2 ദിവസത്തെ നാറ്റം കാരണം അതിൻ്റെ അടുത്തോട്ട് അടുക്കാൻ മേല. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതേക്കും നമ്മുടെ വൈജയന്തി വരുന്നുണ്ട് മുത്തശ്ശിയും കൊണ്ട്. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മുത്തശ്ശിയോട് പറയും ഞാൻ അകത്ത് പോയി വീൽ ചെയർ എടുത്തുകൊണ്ട് വരാം അമ്മേ അകത്തേക്ക് കൂട്ടാൻ എന്ന് പറഞ്ഞ് അങ്ങ് ചെല്ലുവാണ്. എന്നിട്ട് ഡോറെ വന്ന് തട്ടുവാണ്. ആദ്യം താക്കോലിടുമ്പോൾ തുറക്കുന്നില്ല, അന്നേരം പയ്യെ തട്ടും. പിന്നെ വാതിൽ തുറക്കാത്തതുകൊണ്ട് പിന്നെ തിരിച്ചു വന്നിട്ട് മുത്തശ്ശിയോട് പറയും അമ്മ ഞാൻ അമ്മയെ പിടിക്കാം, എങ്ങനെയെങ്കിലും പയ്യെ നടന്ന് അമ്മയ്ക്ക് അങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം എടി എൻ്റെ കാലിന് നല്ല വേദനയാണ്, എനിക്ക് സഹിക്കാൻ മേലാത്ത വേദന വരുമെന്ന് പറയുമ്പോൾ സാരമില്ല അമ്മ പയ്യൊന്ന് പിടിച്ചാൽ മതി എന്നെ, എന്നിട്ട് പയ്യെ നമുക്ക് എങ്ങനെയെങ്കിലും നടന്നു പോകാം എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും വാതിൽ തുറന്ന് അലീന ഇറങ്ങി വരുവാണ്. ഇത് കാണുന്നത് വൈജയന്തിയുടെ കണ്ണ് തള്ളിപ്പോവും. നീ എപ്പോൾ വന്നു, നീ എങ്ങനെ വീട്ടിന് അകത്ത് കയറി, എങ്ങനെ നിനക്ക് താക്കോല് കിട്ടി എന്നിങ്ങനെ 100 ചോദ്യം ഒറ്റയടിക്കങ്ങ് ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ രാവിലെ 10 മണിക്ക് ഇവിടെ വന്നതാണ്, കുറേ നേരം ഇവിടെ ഇരുന്നു, ആരെയും കാണാത്തത് കൊണ്ട് ജ്വല്ലറി പോയി
സാറിനെ കണ്ട് താക്കോല് മേടിച്ചു എന്ന്. അന്നേരം അലീനയോട് ദേഷ്യത്തിൽ വൈജയന്തി ചോദിക്കുകയാണ്, നിന്നോട് ആരാ ജ്വല്ലറി പോയി ബാലേന്ദ്രനെ കാണാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം, പിന്നെ എനിക്ക് അകത്ത് കയറണ്ടേ, എത്ര നേരമായി ഞാൻ പുറത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ചെയ്തത് എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുമ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല മോളെ എന്ന്. എന്നിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് മോളെ നേർക്കിക്കുക, എനിക്ക് പരവേശം എടുക്കുക എന്ന് പറയുമ്പം അലീന മുത്തശ്ശി പിടിക്കാനായിട്ട് വാതിൽ ഓർക്കാൻ തുടങ്ങും. അന്തേക്കും വൈജയന്തി തടയും. എന്നിട്ട് പറയുന്നുണ്ട്, നീ തൊട്ടു പോകരുത്, ഇവിടുന്ന് രാവിലെ അമ്മയെ വണ്ടിയെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഞാനാണ്, അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്നത് ഞാനാണ്, ഒരുത്തിയുടെയും സഹായമില്ലാതെ, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ അറിയാം എന്ന് പറയും. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആ കൊച്ചുകൂടി ഒന്ന് പിടിച്ചെന്ന് ഓർത്ത് എന്താടി കുഴപ്പമെന്ന് ചോദിക്കുമ്പം, അമ്മയെ ഇതുവരെ കൊണ്ടുവന്നത് ഞാനല്ലേ, ബാക്കിയും കൂടി എനിക്ക് ചെയ്യാൻ അറിയാം എന്ന് പറയുവാണ്. എന്നിട്ട് തുള്ളിച്ചാടി അകത്തേക്ക് പോകും കേട്ടോ. അന്നേരം അലീന മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ പോയതായിരുന്നു രാവിലെ എന്ന്. അന്നേരം മുത്തശ്ശി പറയും, എന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവൾ, എന്നിട്ട് നേരെ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി, അത് പോരാഞ്ഞിട്ട് അവളെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോയേക്കുന്നു എന്നെ എന്നിങ്ങനെ പറയുക. അന്നേരം അലീന ചോദിക്കും, അവിടെ എന്തായിരുന്നു വിശേഷം എന്ന്. അന്നേരം മുത്തശ്ശി പറയും, ഒരു വിശേഷവും ഇല്ല, ഇവൾക്കാണെങ്കിൽ കമലെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, എന്നിട്ടും എന്നെ അവിടെ കൊണ്ടുപോയി ഇത്ര നേരം അവിടെ കുത്തിയിരിക്കുമായിരുന്നു, വേറെ ഒന്നിനും വേണ്ടിയല്ല, നിന്നെ തോപ്പിക്കാൻ വേണ്ടി, നീ വന്നു കഴിയുമ്പോൾ ഇവിടെ പുറത്ത് കുത്തിയിരിക്കണം, അതിനാണ് അവൾ ഇതെല്ലാം ചെയ്തത് എന്ന് പറയും. ഇങ്ങനെ ഇവരെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് കാലിന് വേദന കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, പയ്യെ നടന്നോളാൻ ഡോക്ടർ പറഞ്ഞു, എങ്കിലും ഭയങ്കര വേദനയാണോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്തേക്കും വീൽ ചെയർ കൊണ്ട് തിണ്ണയെ വെച്ചിട്ട് ഇറങ്ങി വരുവാണ് വൈജയന്തി. എന്നിട്ട് മുത്തശ്ശി പയ്യെ വണ്ടിയിൽ നിന്ന് പിടിച്ചെടുക്കും. അന്നേരം അലീനെ പിടിക്കാൻ ചെല്ലുമ്പോൾ തൊടരുത് എന്ന് തന്നെ പറയുവാണ് വൈജയന്തി. മുത്തശ്ശിക്ക് തീരെ വയ്യ, കാലുകൊണ്ട് ചവിട്ടി നടക്കാൻ നല്ല വേദനയുണ്ട്, കരഞ്ഞുകൊണ്ടാണ് ഓരോ കാലും മുന്നോട്ടെടുത്ത് വെച്ച് പയ്യെ പയ്യെ പോകുന്നത്. എന്നിട്ട് സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ നല്ല വേദനയാണ്. സ്റ്റെപ്പ് കയറി മുത്തശ്ശി അവിടെ കൊണ്ട് നിർത്തിയിട്ട് വീൽ ചെയറിലേക്ക് ഇരിക്കണമെങ്കിൽ വീൽ ചെയർ ആരെങ്കിലും ഒന്ന് പിടിക്കണമല്ലോ, അതിന് പോലും അലീനയുടെ സഹായം വേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം മുത്തശ്ശി ഏതായാലും അവിടെ നിന്ന് വിളിച്ചു പറയും, മോളെ വണ്ടിയിൽ നിന്ന് എൻ്റെ പേഴ്സ് ഇങ്ങ് എടുക്കുക എന്ന്. ആ പേഴ്സ് എടുക്കാൻ വേണ്ടി അലീന അങ്ങോട്ട് കുനിയുന്ന സമയത്ത് ഇതേ മുത്തശ്ശി അപ്പുറത്ത് വീഴുവാണ്. എന്നിട്ട് അവിടെ കിടന്ന കാര്യം, എൻ്റെ കാല് പോയേ, എന്നെ ഇനി ഹോസ്പിറ്റലിൽ ഇനിയും കൊണ്ടുപോകണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കാര്യമാണ്. അന്തേക്കും അലീന ഓടി വന്ന് പിടിക്കും. പിന്നെ വൈജയന്തി തന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, അലീനയും കൂടി പിടിച്ച് എഴുന്നേൽപ്പിക്കും. അന്തേ ആ വീൽ ചെയർ എടുക്കുക എന്ന് പറയുക വൈജയന്തി. അങ്ങനെ മുത്തശ്ശിയെ വീൽ ചെയറിലേക്ക് ഇരുത്തുക. അന്നേരം മുത്തശ്ശി കിടന്ന കാര്യം, എനിക്ക് കാലിന് ഭയങ്കര വേദന എടുക്കുക, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ്. അന്നേരം വൈജയന്തി പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അമ്മയുടെ കാലിനൊന്നും പറ്റിയിട്ടില്ല, കാൽ അവിടെ തന്നെയുണ്ട്, ഇതൊക്കെ അമ്മയുടെ തോന്നലാ എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, ഈ കുശുമ്പും ദേഷ്യവും ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, സ്വന്തം അമ്മയല്ലേ ഒന്നും അല്ലെങ്കിലും എന്ന് ചോദിക്കും. അധികം വൈജയന്തി, ആർക്കാടി കുശുമ്പ്, എനിക്ക് മനസ്സിലായില്ല, ഒന്ന് പറയടി എന്ന് പറഞ്ഞിങ്ങനെ അലീനയോട് തട്ടിക്കയറുവാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് തന്നെയാണ് കുശുമ്പ്, നിനക്ക് ഇവളോട് കുശുമ്പാണ് എന്ന് ഈ വീട്ടിലുള്ള ഒരേ ഒരാൾക്ക് അറിയത്തില്ലാത്തുള്ളൂ, അത് നിനക്ക് മാത്രമാണ് എന്ന് പറയും. അന്തേക്കും മുത്തശ്ശിയോട് ദേഷ്യപ്പെട്ട് വൈജയന്തി ചോദിക്കുവാണ്, അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇപ്പം അമ്മ അവളുടെ സൈഡ് നിൽക്കുവാണോ എന്ന്. അന്നേരം മുത്തശ്ശി തിരിച്ചു പറയും, ഞാൻ നിനക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നിനക്കറിയാവോ, അതിൻ്റെ ഒരു അംശമെങ്കിലും ആയോടി ഇത് എന്ന് ചോദിക്കുവാണ്. അന്നേരം വൈജയന്തിക്ക് എന്തോ പോലെയാകും. എന്നിട്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കാതെ എന്നെ ഒന്ന് അകത്തേക്ക് കൊണ്ടാക്കാവോ എന്ന് ചോദിക്കും. അങ്ങനെ രണ്ടുപേരൂടെ തള്ളിക്കൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറുമ്പം വൈജയന്തി മുത്തശ്ശി അലീനയോട് ചോദിക്കുവാണ്, നീ രാവിലെ ഉച്ചയ്ക്ക് വന്ന് ഇവിടെ കയറിയിട്ട് ഈ റൂമൊന്നും നീ ക്ലീൻ ചെയ്തില്ലേ എന്ന്. അന്നേരം അലീന തിരിച്ചു പറയുന്നുണ്ട്, ഞാനിവിടെ വന്നപ്പം എങ്ങനെയാണ് വീട് കിടന്നത് എന്നറിയാമല്ലോ, ഡൈനിങ് ടേബിൾ തൊട്ട് മൊത്തം നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ചിട്ടേക്കുമായിരുന്നു, അങ്ങ് അടുക്കളയുടെ ഫ്ലോറൊക്കെ കന്നാലി തൊഴുത്ത് പോലെ ആയിരുന്നു എന്നൊക്കെ പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, സൗകര്യമില്ലായിരുന്നു ഞങ്ങൾക്ക് വൃത്തിയാക്കാൻ, നീ വന്നത്തേക്കും അതെല്ലാം വൃത്തിയാക്കി വിളക്കും കത്തിച്ച് വെച്ച് നിന്നെ സ്വീകരിക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, 2 ദിവസം ലീവ് എടുത്ത ജോലിക്കാരിയെ കൊണ്ട് ആ 2 ദിവസത്തെ ജോലി തന്നെ ചെയ്യിക്കണമെന്ന വാശി, അതിന് വേണ്ടിയേ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പം, അതിന് വേണ്ടി തന്നെ നിനക്ക് എന്നെ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കും. അന്നേരം ഒന്നും ചെയ്യാനൊന്നുമില്ല, ഓരോരുത്തരുടെ സ്വഭാവം എനിക്ക് അറിയാലോ എന്നിങ്ങനെ പറയുക. അന്നേരം വൈജയന്തി, എറണാകുളത്ത് പോയിട്ട് വന്നത്തേക്കും നിൻ്റെ ഒരെല്ല് കൂടിയല്ലോ, അതെന്താടി കാരണം എന്ന് ചോദിക്കുമ്പം, അയ്യോ മേഡത്തിൻ്റെ അടുത്ത് പിടിച്ച് നിൽക്കണമെങ്കിൽ ഒരെല്ല് കൂടിയേ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് എന്ന് അലീന തിരിച്ചും പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, രണ്ടുപേരോട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കാതെ എന്നെ ഈ കട്ടിലേക്കൊന്ന് പിടിച്ച് കിടത്താവോ, എനിക്ക് പരവേശം എടുക്കുവാണ് എന്ന് പറയുവാണ്. അങ്ങനെ രണ്ടുപേരോട് പിടിച്ച് മുത്തശ്ശിയെ കട്ടിലേക്ക് ഇങ്ങനെ കിടത്തുവാണ്. കിടത്തി കഴിയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ എനിക്കിപ്പോഴാണ് ആശ്വാസം ആയത് എന്ന്.
എന്നിട്ട് അലീനയോട് പറയും മുത്തശ്ശിയുടെ പേഴ്സ് വണ്ടിയിൽ നിന്ന് എടുത്തില്ലായിരുന്നല്ലോ അതിങ്ങ് എടുത്തുകൊണ്ട് വരാൻ. അലീന അത് എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും വൈജയന്തി ആ റൂമൊക്കെ ഒന്ന് നോക്കും. എന്നിട്ട് അലമാരിലേക്ക് നോക്കുമ്പോൾ അലമാരിൽ കുറച്ച് കവറൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ആ കവറൊക്കെ നോക്കും. എന്നിട്ട് മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, അവൾക്ക് കിട്ടിയ ശമ്പളം മൊത്തം തീർത്തു എന്നാണ് തോന്നുന്നത്, ഏതാണ്ടൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത് എന്ന് പറയും. എന്നിട്ട് വൈജയന്തി മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അവളുടെ സ്വഭാവം കണ്ടോ, എറണാകുളത്ത് പോയിട്ട് വന്നത്തേക്കും അവൾക്കൊരു എല്ല് കൂടിയിട്ടുണ്ട്, അവൾ എന്നോട് സംസാരിച്ച രീതി കണ്ടോ അമ്മ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കിള്ളി കടി മേടിച്ചതല്ലേ നീ, അതെന്തെങ്കിലും നിന്നോട് തിരിച്ച് പറയാറുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ദേഷ്യം വരുന്നുണ്ട് വൈജയന്തിക്ക്. എന്തെങ്കിലും അലീനെ റൂമിലേക്ക് വരുന്നിട്ട്, ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ മുത്തശ്ശിയുടെ പേഴ്സ് കാക്ക കുത്തിക്കൊണ്ട് പോയേനെ എന്ന് പറയുമ്പം, കാക്കയ്ക്ക് എന്തിനാണ് എൻ്റെ പേഴ്സ് എന്ന് മുത്തശ്ശി തിരിച്ചും ചോദിക്കും. മുട്ടയിട്ട് വെച്ച് വിരിയിക്കാനായിരിക്കും എന്ന് തമാശ രൂപേണ ഇങ്ങനെ പറയുവാണ് അലീന. ഇതൊക്കെ കേൾക്കുമ്പം വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. അത്രയും ദേഷ്യപ്പെട്ടതല്ലേ അലീനയോട്. എന്നിട്ട് അലീന കൂളായിട്ട് തമാശയൊക്കെ പറഞ്ഞ് മുത്തശ്ശിയുടെ അടുത്ത് നിൽക്കുക. അന്നേരം അത് കണ്ടിട്ട് വൈജയന്തി ഒരുപാട് കിണിങ്ങിക്കൊണ്ട് നിൽക്കാതെ മര്യാദയ്ക്ക് റൂം വൃത്തിയാക്കടി എന്ന് പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു. അന്തേക്കും മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ട്, മോൾ ആ വേദനയുടെ ബാം ഒന്നെടുത്ത് എൻ്റെ കാലൊന്ന് തടവിത്താ, എനിക്ക് വേദന എടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അലീന ബാം എടുത്ത് കാലിൽ നന്നായിട്ട് തിരുമ്മിയൊക്കെ കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്ക് ഇത്തിരി ഒന്ന് ആശ്വാസമായത് എന്ന്. ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ വൈജയന്തി അലീനെ ചോദ്യം ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എറണാകുളത്ത് പോയിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് വൈജയന്തിക്ക് അറിയണം. അതിനുവേണ്ടി ഏതായാലും അതിനൊക്കെ നല്ല മറുപടി കൊടുത്ത് തന്നെ അലീനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴും അലീനയുടെ അമ്മയെ മോശമാക്കുന്ന രീതിയിൽ നന്നായിട്ട് പറയുന്നുണ്ട് ഓരോന്ന്. അതെല്ലാം സ്വന്തമായിട്ട് തന്നെയാണ് പറയുന്നതെന്ന് വൈജയന്തിക്ക് അറിയത്തില്ലല്ലോ. ഇതുകൊണ്ടാണ് അലീന അന്ന് ബാലേന്ദ്രനോട് പറഞ്ഞത്, തന്നെത്താനെ മുഖത്ത് ചെളിയും കരിയൊക്കെ ഒരാൾ വാരി തേക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുള്ളൂ എന്ന് പറഞ്ഞതിന് കാരണം അതുതന്നെയാണ്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.